എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിക്ടർ. കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂളിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് എൻ്റെ ചില സങ്കല്പങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഗാന്ധിജിയുടെ സ്വ ആശ്രയ ഗ്രാമം എന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ സ്കൂളുകൾ അനുവർത്തിക്കേണ്ടത്. സ്വ ആശ്രയ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളും ആണ് ഒരു ഗ്രാമത്തിനെ സ്വ ആശ്രയ ഗ്രാമമാക്കി മാറ്റേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആശയത്തോട് എങ്ങനെ ഒരു സ്കൂളിനെ പൊരുത്തപ്പെടാൻ സാധിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ഇതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത് ഭക്ഷണം കഴിക്കണം. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരണം എന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർ നല്ല ഭക്ഷണമാണോ കഴിക്കുന്നത്? നല്ല ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ഒരു സ്കൂളിനെ പ്രേരിപ്പിക്കാൻ സാധിക്കും? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. കാരണം നമ്മുടെ മക്കൾ ഫാസ്റ്റ് ഫുഡിൻ്റെയും മറ്റും പുറകിലാണ് ഇപ്പോൾ. അവരെ അതിൽ നിന്നും കരകയറ്റാൻ പല മാതാപിതാക്കളും പ്രയാസപ്പെടുകയാണ്. അപ്പോൾ അവരെ നല്ല ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളത് ഏതൊരു സ്കൂളിൻ്റെയും പ്രാഥമിക ധർമ്മമാണ്. അതാണ് ഞങ്ങളുടെ സ്കൂളിൽ അനുവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം. അപ്പം ഭക്ഷണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം നമുക്ക് ലഭിക്കുക? അപ്പം ഇതിൻ്റെ ഒരു പ്രാഥമിക പഠനം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കൃഷി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പക്ഷിമൃഗാദികളും. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പശു, ആട്, കോഴി ഇത്യാദി സാധനങ്ങളെല്ലാം തന്നെ സ്പെസിമെനായിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാഷ്ടങ്ങളും ഡ്രോപ്പിങ്സുമാണ് നമ്മുടെ കൃഷിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കുട്ടികൾക്ക് അടുത്തറിയാൻ ഇന്ന് മറ്റൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ പ്രസക്തി, സ്കൂളുകൾ എങ്ങനെ ഇരിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ഇതെല്ലാം ഉള്ള ഒരു ഇടമാണ് ഇന്നത്തെ സ്കൂളുകൾ ആവേണ്ടത്. കാരണം കുട്ടികൾക്ക് മറ്റൊരു സ്ഥലത്ത് ചെന്ന് കാണാനുള്ളൊരു അവസരം നമ്മുടെ ടൗണിലും ഇപ്പോൾ ഗ്രാമങ്ങളിലും അതിനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഞങ്ങൾ കുട്ടികൾക്കായി ഒരു പീരീഡ് തന്നെ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കൃഷി, ഗാർഡനിങ് ഇതെല്ലാം ആ പീരീഡിൽ നടത്തുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു ചെടി നടുന്നത്, അതിനെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ആ കുട്ടികളിലേക്ക് അവരറിയാതെ എത്തുകയാണ്. പ്രധാനമായും ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് തക്കാളി, അതുപോലെ തന്നെ വെണ്ട, വഴുതനങ്ങ, കുക്കുംബർ, പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ പൂക്കൾ വരെ, അതായത് ഈ തവണ ഓണത്തിനാണുള്ള പൂക്കൾ വരെ ഞങ്ങളിവിടെ കൃഷി ചെയ്യുകയുണ്ടായി. കൃഷി ചെയ്യുകയെന്നാൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് നട്ട് അത് പൂക്കൾ മുഴുവൻ വിരിഞ്ഞ് നിൽക്കുകയാണ്. പൊട്ടിച്ചിട്ടില്ല, ഓണത്തിന് പൊട്ടിക്കാനായിട്ട് പാകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ലഭിക്കുന്ന പല സാധനങ്ങളും, ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് നിറയെ പൊട്ടുവെള്ളരിയാണ് ലഭിച്ചത്. അതെല്ലാം എങ്ങനെ ജ്യൂസ് അടിക്കാം, തേങ്ങ ചിരകൽ മുതൽ എല്ലാ പ്രവർത്തനങ്ങളും
കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവരുണ്ടാക്കി ജ്യൂസ് അവർക്ക് തന്നെ കുടിക്കാനായിട്ട് നൽകി. അപ്പം ഇങ്ങനെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തു ജ്യൂസായി അവർക്ക് തന്നെ കഴിക്കാൻ സാധിക്കും എന്ന ഒരു അറിവ് നമുക്ക് അതിലൂടെ നൽകാനായിട്ട് സാധിച്ചു. മറ്റൊരു അനുഭവം നമ്മുടെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ്. ഇലകളൊക്കെ നിരത്തി വെച്ചത് കണ്ടപ്പോൾ കുട്ടികൾ തന്നെ നെറ്റിയൊക്കെ ചുളിക്കുകയുണ്ടായി. പക്ഷേ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ കൊണ്ട് ഈ ഇലകളുടെ ടേസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് പൈനാപ്പിളിൻ്റെ രുചിയാണ് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ അതാത് ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂളുകൾ മുന്നോട്ട് വരണം. അപ്പോഴാണ് യഥാർത്ഥ പഠനം അത് പൂർണ്ണമാവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാടത്തെ കൊയ്ത്തും. ഇപ്പോൾ വിതയ്ക്കുന്ന സമയമാണ്. അപ്പം മുഴുവൻ കുട്ടികളെയും നമ്മൾ വിതയ്ക്കുന്നത് കാണാനായിട്ട് അനുവദിച്ചു. പിന്നീട് കൊയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് കൊയ്യിക്കാനും അത് മെതിക്കാനും ഇതൊക്കെ എല്ലാം 10 മിനിറ്റാണ് നമ്മൾ സമയം കൊടുക്കാറ്. പക്ഷെ ആ ഓരോ കുട്ടിക്കും ഈ 10 മിനിറ്റ് കൊയ്ത്ത് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ മുന്നിലിരിക്കുന്ന അന്നം പ്ലേറ്റിലേക്ക് എത്തുന്നത് എന്നൊരറിവ്, അതൊരു വലിയ അറിവാണ്. അത് നമ്മൾ നൽകേണ്ടതാണ്. ഡൊമസ്റ്റിക് ആനിമൽസിനെ പറ്റി പഠിപ്പിക്കാൻ നമുക്ക് പുസ്തകങ്ങളുടെ ആവശ്യമില്ല. കാരണം എല്ലാ ഡൊമസ്റ്റിക് ആനിമൽസും നമ്മുടെ ക്യാമ്പസിൽ തന്നെയുണ്ട്. കുട്ടികൾ ചെല്ലുമ്പോൾ എല്ലാ കോഴികളും ഓടി അടുത്ത് വരും. കാരണം അവർക്കറിയാം എന്തെങ്കിലും കഴിക്കാനായിട്ട് ഈ കുട്ടികളിൽ നിന്ന് കിട്ടും. കാരണം അത് കൊടുക്കാനായിട്ടുള്ള ഒരു അവസരവും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴികളാണ് ഞങ്ങളുടെ ക്യാമ്പസിലുള്ളത്. അതൊന്നും അനുഭവിച്ചറിയേണ്ട ഒരു വിശേഷം തന്നെയാണ്. ഈ അടുത്ത് 2 ആടുകളും ഒരുമിച്ച് പ്രസവിക്കുകയുണ്ടായി. 5 ആട്ടിൻകുട്ടികളാണ് ഉണ്ടായത്. അപ്പോൾ അവരെ അടുത്ത് കാണാനും അവരെ താലോലിക്കാനും ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും കിട്ടുന്നൊരു അവസരമല്ല. അത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നൊരു വലിയൊരു കാര്യമാണ്. ഇതത്ര പ്രയാസമുള്ള കാര്യങ്ങളല്ല. എല്ലാ സ്കൂളുകൾക്കും ഒരു ചെറിയ ഫാമെങ്കിലും നമ്മൾ നടത്തണം. കാരണം ഇതെല്ലാം ഇവരുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആനിമൽ ഫാമിംഗ് എന്ന് പറഞ്ഞത് വൈൽഡ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസും അതുപോലെ തന്നെ അത്തരം ചാപ്റ്ററുകളൊക്കെ എല്ലാ ക്ലാസ്സുകളിലും കടന്നു പോകുന്നതാണ്. പക്ഷേ ഇവർക്ക് അടുത്തറിയാനായിട്ടുള്ളൊരു അവസരം ഇല്ലാത്തത് കൊണ്ട് മാത്രം അത് ഒരു പഠിക്കാനുള്ളൊരു വിഷയമായിട്ട് മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. അവിടെയാണ് നമ്മുടെ സ്കൂൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അടുത്തതായി ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു സിലബസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഓർഗാനിക് വേയിൽ എന്തൊക്കെ ഭക്ഷണം നമുക്ക് തയ്യാറാക്കാം. അത് 1-ാം ക്ലാസ്സിൽ ഇന്ന ഭക്ഷണങ്ങൾ, 2-ാം ക്ലാസ്സിൽ ഇന്ന ഭക്ഷണങ്ങൾ, അങ്ങനെ 10-ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഒരു സദ്യ ഒരുക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കണം. അതിൻ്റെ ഒരു ചെറിയ പതിപ്പെന്നുള്ള രീതിയിൽ അടുത്ത മാസത്തിൽ നമ്മളൊരു ഓർഗാനിക് സദ്യ കുട്ടികൾക്കായിട്ട് അവരെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യിച്ച് ഒരു ക്യാമ്പ് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 1 ഡേ ക്യാമ്പ്, ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഒരു ക്യാമ്പ്. അതാണ് ഞങ്ങളുടെ അടുത്ത മാസത്തെ പദ്ധതി. അത് 10-ാം ക്ലാസ്സുകാർക്ക് ഒരു വ്യത്യസ്ത അനുഭവം നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷി എന്ന് പറയുമ്പോൾ അത് കൃഷി ചെയ്യുക മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കൃഷിയുടെ ഓരോ പ്രോസസ്സും നമുക്ക് ഇവരുടെ പാഠ്യ വിഷയവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് എന്തുകൊണ്ട് ഇവിടെ ഒരു സ്കൂൾ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സ്ലോപ്പ്, അപ്പം അവിടെ ജോഗ്രഫിയാണ് കടന്നു വരുന്നത്. അത് മാത്രമല്ല ഇതിനെ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പുറകിലുള്ള പുഴയിൽ 1-ാം ക്ലാസ്സുകാർക്ക് ഇറങ്ങി നിൽക്കാനായിട്ടുള്ളൊരു അവസരം കൊടുത്തു. അപ്പോൾ ആ പുഴ ഒഴുകി കേച്ചേരി പുഴയിൽ ചെന്ന് അവിടെ നിന്നും അത് 17 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ കടലിൽ എത്തിച്ചേരുന്ന, അതായത് ചാവക്കാട് കടലിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അവിടെ ജോഗ്രഫി ഉണ്ട്. അതുപോലെ തന്നെ അവർ നിക്ഷേപിച്ച വഞ്ചികൾ, ഇതെല്ലാം ഏതാണ്ട് 24 മണിക്കൂറിനകം കടലിലെത്തും എന്ന അറിവ്, അതൊരു വലിയ അറിവാണ്. ഇതുപോലെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും
എന്തിന് മാത്തമാറ്റിക്സ് ആണെങ്കിലും നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലേക്ക് നൽകാൻ സാധിക്കും. ഇതെല്ലാം കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പഠനമാണ് നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളത് കുറേ കൂടെ റിസർച്ചുകളൊക്കെ വേണ്ട കാര്യങ്ങളാണ്. അതായിരിക്കണം പാഠപുസ്തകത്തിൻ്റെ നിർമ്മിതിയുടെ മറ്റൊരു പ്രത്യേകത. പുതിയ NEP ഒക്കെ വരുമ്പോൾ ഇതിലേക്കൊക്കെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കൃഷിയിടവും അതുപോലെ തന്നെ ചില സ്പെസിമെനുകൾ ഇത്തരം മൃഗങ്ങളെയൊക്കെ വളർത്താനുള്ള ഒരു അവസരവും ഒക്കെ ഓരോ സ്കൂളുകളും വിനിയോഗിക്കേണ്ടതാണ്. ഒപ്പം തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും ഉള്ള ഒരു ഇടമായിരിക്കണം സ്കൂളുകൾ. എല്ലാ ഫലവൃക്ഷങ്ങളും ഞങ്ങളുടെ ക്യാമ്പസിൽ എന്തില്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാ ഫലവൃക്ഷങ്ങളും ഞങ്ങളിവിടെ നട്ടു വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇടമായിരിക്കണം സ്കൂൾ. ഇതൊക്കെയാണ് എൻ്റെ സ്കൂളിനെ പറ്റിയുള്ള ചില ചെറിയ ചിന്തകൾ.